മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയത്തിളക്കവുമായി ഈ വർഷവും നൂറുമേനി. മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും. LKG മുതൽ +2 വരെ ക്ലാസുകൾ. +1 +2 ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ, ഇലക്ട്രിക്കൽ, ഡ്രാഫ്റ്റ്മാൻ, സിവിൽ കോഴ്സുകൾ, ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിംഗ് ക്യാമ്പും. മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഷെയ്ഖ് ഫരീദ് ഔലിയ നഗർ, ഉസ്മാനിയാബാദ്, കാരത്തൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. പണയ സ്വർണമെടുക്കാൻ നൽകിയ 10 ലക്ഷവുമായി മുങ്ങിയ 4 അംഗ സംഘം പിടിയിൽ. ബാങ്കിൽ പണയം വെച്ച സ്വർണം തിരിച്ചെടുത്തു നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 10 ലക്ഷം രൂപ വാങ്ങി ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച സംഭവത്തിൽ അറസ്റ്റിലായ 4 പ്രതികളുമായി കണ്ണപുരം പോലീസ് തെളിവെടുപ്പ് നടത്തി. മട്ടന്നൂർ ഉള്ളിയിൽ പടിക്കച്ചാലിയിലെ 33 വയസ്സുള്ള റഹിയാനത്ത്, ഭർത്താവ് ഉളിയിൽ സ്വദേശി 39 വയസ്സുള്ള റഫീഖ്, വെള്ളിയമ്പ്ര PR നഗറിലെ 39 വയസ്സുള്ള റസാഖ്, പുതിയങ്ങാടിയിലെ മുഹമ്മദ് റാഫി എന്നിവരെയാണ് കണ്ണപുരം SI റഷീദ് നറാത്തും സംഘവും അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം തെളിവെടുപ്പ് നടത്തി. ചെറുകുന്ന് അർബൻ ബാങ്കിൽ പ്രതികൾ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ എടുത്തുതരാമെന്ന് വിശ്വസിപ്പിച്ച് ജ്വല്ലറി ഉടമ കാലിശ്ശേരി ദാറുമ്മൽ മുസ്ലിം LP സ്കൂളിന് സമീപത്തെ TV ലക്ഷ്മണനിൽ നിന്ന് 10 ലക്ഷം രൂപ കൈപ്പറ്റിയ സംഘം സ്വർണ്ണാഭരണങ്ങൾ നൽകാതെ മുങ്ങുകയായിരുന്നു. അറസ്റ്റിലായ സംഘത്തെ ഇന്നലെ രാവിലെ മട്ടന്നൂർ വെള്ളിയമ്പ്രയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. പുതിയങ്ങാടിയിലെ മുഹമ്മദ് റാഫിയാണ് ഫോണിൽ വിളിച്ച് പണയ സ്വർണമെടുക്കാൻ ജ്വല്ലറിയുടമ ലക്ഷ്മണന്റെ സഹായം തേടിയത്. തുകക്ക് പകരം പണയ സ്വർണം നൽകാമെന്ന് ഉറപ്പു നൽകി. ഇത് പ്രകാരം പഴയങ്ങാടിയിൽ വെച്ച് പരാതിക്കാരനിൽ നിന്നും 1-ാം പ്രതിയായ റഹിയാനത്ത് 10 ലക്ഷം രൂപ വാങ്ങി. എന്നാൽ പുറത്തു കാത്തുനിന്ന ലക്ഷ്മണനെ കബളിപ്പിച്ച് യുവതിയും സംഘവും മറ്റൊരു വഴിയിലൂടെ മുങ്ങുകയായിരുന്നു. റഹിയാനത്ത് സ്വർണ്ണാഭരണങ്ങൾ തരാതെ വഞ്ചിച്ചുവെന്നും 2, 3, 4 പ്രതികൾ ഇതിന് ഒത്താശ ചെയ്തുവെന്നും കാട്ടി ജ്വല്ലറിയുടമ നൽകിയ പരാതി അന്വേഷിച്ച കണ്ണപുരം പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പല്ലി, കുരുമുളക്, ഗ്രാമ്പു, കരിഞ്ജീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം, വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം, തിരൂർ, തെക്കുമുറി.